ചരിത്രകാരൻ നമ്മുടെ കാലത്ത് വളരെ വിരളമാണ്. ആ നിലയ്ക്ക് സാറെ ഇവിടെ കണ്ടുകിട്ടിയതുകൊണ്ട് ഈ വളരെ ആകർഷകമായി സാറുമായി സംസാരിക്കാനുള്ള ഒരു അവസരം കൈവന്നതുകൊണ്ട് എങ്ങനെയാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ പഴയ കാലങ്ങളിലേക്ക്, ഗവേഷണ കാലങ്ങളിലേക്ക് തിരിഞ്ഞു പോകാൻ. എങ്ങനെയാണ് ഈ KK കുറുപ്പ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരന്റെ നിർമ്മിതി സാധ്യമായത്? യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അത് സാധ്യമായത്? ഞാൻ ചരിത്രകാരനാവാനല്ല ആഗ്രഹിച്ചിരുന്നത്. എനിക്ക് ഷേക്സ്പിയറും വേർഡ്സ് വർക്കും എല്ലാം ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ ഷെപ്പേർഡിൻ്റെ ഗുരുവായൂരപ്പ അദ്ദേഹം മറ്റേ ദേവഗിരി കോളേജിലുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് പോയി ചേരണമെന്ന് ആഗ്രഹിച്ച വ്യക്തി. അതെനിക്ക് സീറ്റ് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനന്ന് പട്ടേൽ എന്ന് പറയുന്ന ജോലിയിൽ തൃക്കരിപ്പൂർ വർക്ക് ചെയ്യുക. സൗത്ത് കർട്ടയിലെ വില്ലേജ് ഹെഡ്, ഞാൻ ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസറാണ് പട്ടേൽ എന്ന് പറഞ്ഞാൽ. ഞാൻ 3 വയസ്സിൽ പട്ടേലായിട്ട് എൻ്റെ ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്തു. എൻ്റെ ഒരു അങ്കിള് കയ്യൂർ സമരത്തിൽ പട്ടേൽ പണിയിൽ നിന്ന് ഡിസ്മിസ്സായി. കലക്ടർ കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞിട്ട്. അയാൾ കൈക്കൂലിയല്ല വാങ്ങിയത്, തെയ്യം കെട്ടി വരുമ്പോൾ 1 റുപ്യ ലവി വെക്കണം, ഫ്യൂഡൽ ലവി. അത് സ്വീകരിച്ചത് MSPക്കാർ എഴുതി വാങ്ങിച്ചു. എന്നിട്ട് റവന്യൂ സ്റ്റാഫ് എന്നില്ല എന്നോട് ഇയാൾ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ് കലക്ടർക്ക് അധികാരമില്ല. അങ്ങനെ എൻ്റെ പേരിൽ 3 വയസ്സായപ്പോൾ പണി റെക്കോർഡ് ചെയ്തു. 18 വയസ്സായാലും എനിക്ക് ആ പണി മടക്കിത്തരണം. അത് മടക്കിത്തരാണ്ട് അയാൾ എൻ്റെ ഫാമിലിക്ക് റൈറ്റ് ഇല്ല എന്നൊരു ഓർഡർ കൊണ്ടുവന്നു. അത് പിന്നെ ഹൈക്കോടതിയെല്ലാം പോയി അന്ന് ER കൃഷ്ണയ്യരെ ഫാദറെല്ലാം രാമയ്യരെല്ലാം എനിക്ക് വേണ്ടി വാദിച്ച. അങ്ങനെ ഞാൻ അവിടെ പഠിക്കട്ട പ്രായത്തിൽ 20 വയസ്സിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ജോലിയിൽ പെട്ടു. അപ്പം ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, കാസർഗോഡ് താലൂക്കിൽ ഞാൻ വന്നിട്ടില്ലെങ്കിൽ, കയ്യൂരിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, അവിടുത്തെ കർഷക പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ്, ഇതെല്ലാം കൊണ്ട് എന്നെ കാസർഗോഡ് ജില്ലയാണ് എന്നെ ഒരു ചരിത്രകാരനാക്കി വളർത്തുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം EV കൃഷ്ണൻ മലബാർ മാനുവൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പക്ഷേ ലോകന്റെ ഈ അസ്പദങ്ങൾ വെച്ചിട്ട് മലബാറിലെ കാർഷിക ബന്ധങ്ങളെ കുറിച്ചൊക്കെ അത് പഠിക്കാനുള്ളത് ഞാൻ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അമ്മ വീട്ടിലേക്ക് കൃഷിക്കാരൻ നെല്ല് കൊണ്ടുവരുന്നത് കാണും. വാരം എന്ന് പറയുന്ന സാധനം. അപ്പോൾ ആ വാരം കാണുമ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ഞാൻ ചിന്തിക്കും, ഇയാളെന്തിനാണ് ഇയാളുണ്ടാക്കിയ നെല്ല് ഇവിടെ കൊണ്ടുതരുന്നത്? അപ്പോഴാണ് ജന്മി കുടിയാൻ നല്ല ബന്ധങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നത് ചെറിയ പ്രായത്തിൽ. പിന്നീട് അതാണ് ലോകൻ്റെ മാനുവലെല്ലാം ഇവിടെ എത്തി പഠിച്ചപ്പോൾ എനിക്ക് തോന്നി ലോകനാണ് ഇവിടുത്തെ മണ്ണിൻ്റെ സ്ഥിരാവകാശം കർഷകർക്ക് കൊടുക്കണമെന്നല്ല അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്. അദ്ദേഹത്തിനെ പീനലൈസ് ചെയ്തിട്ട് കലക്ടർ ബോർഡ് ഓഫ് റവന്യൂ ആവേണ്ട അദ്ദേഹത്തിനെ പിന്നീട് ജുഡീഷ്യൽ സർവീസിലേക്ക് മാറ്റി. അയാൾ രാജിവെച്ചിട്ട് പോയി. അപ്പോൾ ലോകൻ്റെ പേരിൽ ആ മലബാർ അദ്ദേഹം ഉണ്ടാക്കിയ റിപ്പോർട്ട്, കാർഷിക ബന്ധ റിപ്പോർട്ട്, ഒരു PhD കേസിൽ സമാനമാണ്. അപ്പോൾ EMS മറ്റും ഞങ്ങളും കൂടിയിട്ട് ലോകൻ്റെ ആ സെൻറ്റിനർ ദിവസം ഈ റിപ്പോർട്ടിൻ്റെ 1882 അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്, 1982 ലോകൻ്റെ റിപ്പോർട്ടിൻ്റെ സെൻറ്റിനറി VR കൃഷ്ണയ്യരുണ്ട്, പിന്നെ ജസ്റ്റിസ് VP ഗോപാലൻ നമ്പ്യാറുണ്ട്, അച്യുതമേനോനുണ്ട്. ഏറ്റവും പ്രമുഖമായിട്ടൊരു സെമിനാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര സെമിനാർ. അത് വേറെ EMSൻ്റെ, അത് പുരോഗമന സാഹിത്യമായിട്ട് അതായിട്ട് വരുന്നത്. ഇത് ലോകൻ്റെ കാർഷിക ബന്ധങ്ങളുടെ പഠനം. അപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു പുസ്തകം കൊണ്ടുവന്നു, വില്ലൻ ലോകനെ സ്റ്റഡി ഇൻ ദ അഗ്രേറിയൻ റിലേഷൻസ്. ആ അഗ്രേറിയൻ റിലേഷൻസിൻ്റെ അച്യുതമേനോനാണ് ആ പുസ്തകം റിലീസ് ചെയ്തത്, പ്രകാശ്. അദ്ദേഹം പറഞ്ഞു, കുറുപ്പിൻ്റെ ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, കുറുപ്പിൻ്റെ ബാക്കി പഴശ്ശി സമരങ്ങളും ബാക്കിയെല്ലാം നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞ പുസ്തകം ഇതെല്ലാം ഞാൻ വായിച്ചിട്ട്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു പ്രൊഫസറാണ് KK കുറുപ്പ് എന്ന് പറഞ്ഞ വാചകം എൻ്റെ മനസ്സിൽ ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് അത് അച്യുതമേനോൻ്റെ കയ്യൂരിൽ ഞാൻ വില്ലേജ് ഓഫീസറായിട്ട് പണിയെടുത്തിട്ടില്ലേ. തലശ്ശേരി
ആ ഫാക്ടറിനെ പറ്റിയിട്ടാണ് എൻ്റെ പഠനം. അത് എൻ്റെ ജീവിതത്തിൽ അത് അമേരിക്കയിൽ നിന്ന് വന്നതേ ഉള്ളൂ, മറ്റേ ഫെലോഷിപ്പ് എല്ലാം കഴിച്ചിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, കുറുപ്പ് തലശ്ശേരി ഫാക്ടറിയെ പറ്റിയിട്ട് ആരും ചെയ്തിട്ടില്ല, അത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. തലശ്ശേരി ഫാക്ടറി വന്നത് 1683 മുതൽ 1794 വരെ ഫാക്ടറി. പിന്നീട് ജില്ലാ ഭരണം വന്നല്ലോ. അപ്പോൾ ഈ കാലം മുഴുവൻ പഠിക്കണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. മുഴുവൻ റെക്കോർഡുകളും മദ്രാസ്, ഡൽഹി, ലണ്ടനിലെല്ലാം. അപ്പോൾ ഇവിടെയെല്ലാം എനിക്ക് പോകാൻ കഴിഞ്ഞു, രേഖകളെല്ലാം പഠിച്ച് എൻ്റെ ആ തീസിസ് പബ്ലിഷ് ചെയ്തു. ഇന്നതിൻ്റെ മലയാള മാതൃഭൂമി അധിനിവേശ വിരുദ്ധ സമരം എന്ന പേരിൽ അവരത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ പഠനത്തിലാണ് പിന്നീട് എനിക്ക് മലബാർ കലാപത്തിലേക്കോ കാർഷിക ബന്ധങ്ങളിലേക്കോ ഇതെല്ലാം പോകാൻ കഴിഞ്ഞത്. ഇപ്പോൾ പഠിച്ച സമരങ്ങളെല്ലാം ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പം ഇതെല്ലാം തന്നെ എന്നെ ഒരു ആൻറ്റി കൊളോണിയൽ ഇതായിട്ട് ഒരു ചരിത്രകാരനാക്കി രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ആന്റി കൊളോണിയൽ ചരിത്രകാരനായി ദീർഘകാലം ആ മേഖലയിൽ അത്തരത്തിലുള്ള പഠനങ്ങൾ വന്നു. കാർഷിക ബന്ധങ്ങളിലെ പഠനം, മലബാർ അത് ഇത് മലബാർ കലാപത്തിന്റെ 100ാം വർഷത്തിൽ 6 വോള്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. യുവതാത്ത് പറയുന്ന ഇത് അതിന്റെ ചീഫ് എഡിറ്റർ ഞാനാണ്. അവരെല്ലാം തന്നെ എൻ്റെ സ്കൂളിൻ്റെ അത് കാർഷിക കലാപവും ദേശീയ സ്വാതന്ത്ര്യ സമരം ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതാണെന്നുള്ള നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത്. അതിൽ കാർഷിക കലാപം, മണ്ണിൻ്റെ അവകാശം അടിസ്ഥാന പ്രശ്നമായിരുന്നു ഉള്ള നിലയിലാണ് അതിൻ്റെ നിഗമനങ്ങളെല്ലാം. താങ്കൾ ഈ ചരിത്രാന്വേഷണം അല്ലെങ്കിൽ ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ, അങ്ങനെ തന്നെ പറയാം, ചരിത്രത്തിലേക്ക് ചരിത്രകാരൻ എന്നുള്ള നിലയ്ക്ക് കടന്നു വരുമ്പോൾ അത് ജന്മിത്വവുമായി മുഖാമുഖം കണ്ട് ജന്മിത്വത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ നേരിട്ട് കണ്ട് വന്ന ഒരാൾ ഇപ്പം തികച്ചും വ്യത്യസ്തമായ ഒരു ഫാസിസ്റ്റ് കാലത്തെ അഭിമുഖീകരിക്കുകയാണ്. ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. ഈ വിദ്യാഭ്യാസത്തിൽ മൊത്തത്തിലും ചരിത്രത്തിൽ സവിശേഷമായും ഫാസിസ്റ്റുകൾ പിടിമുറുക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ താങ്കളെപ്പോലൊരു ചരിത്രകാരന്റെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. പക്ഷെ കാണുന്നു പറഞ്ഞ ഈ കാലത്തിൽ ചരിത്രത്തിൽ വലിയൊരു വേറെ വഴികൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പം വയനാട്ടിലെ കാർഷിക ആത്മഹത്യകളെ പറ്റിയിട്ട് ആദ്യമായിട്ട് പഠിച്ച് റിപ്പോർട്ട് കൊടുത്ത് VS അച്യുതാനന്ദൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹം ഡിക്ലെയർ ചെയ്ത് പാക്കേജ്, അതിൻ്റെ മുമ്പിൽ പ്രവർത്തിച്ച ശക്തികൾ ഞങ്ങളായിരുന്നു. അതിൽ കർഷക സംഘം, കിസാൻ സഭ ഇവരെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കൊരു കേരളീയ സ്മാരക സമിതി ഉണ്ട് എന്നറിയാലോ. അതിൻ്റെ ചെയർമാനായിട്ട് 25 കൊല്ലം ഞാൻ തുടരുന്നു. ഞങ്ങളെല്ലാം കൂടിയിട്ട് പുൽപ്പള്ളിയിലെ കുട്ടികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു സർവേ നടത്തി. ആ മലയാളത്തിലെ റിപ്പോർട്ട് കണ്ടപ്പോൾ അവിടുത്തെ ചർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ജർമ്മൻകാർക്ക് പണം കൊടുത്തിട്ട് വീണ്ടും അത് ഞങ്ങൾ ഇംഗ്ലീഷിൽ വലിയൊരു റിപ്പോർട്ടാക്കിയിട്ട് സമർപ്പിക്കും. അതുകൊണ്ടാണ് ഈ ഇത് വന്നിട്ടുള്ളത്. ഗുജറാത്തിലെ ഒരു എക്കണോമിസ്റ്റ് പറയുന്നത് ഇന്ത്യയിൽ നടക്കുന്ന കാർഷിക ഭരണങ്ങളെ പറ്റിയിട്ട് പഠനം പോലും നടന്നിട്ടില്ല, വയനാടിനെ പറ്റിയിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണ് അദ്ദേഹത്തെ. എനിക്ക് വലിയൊരു സന്തോഷം കിട്ടുന്നത്. ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇനി ഇപ്പോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾ ഇപ്പോഴും താങ്കൾ വളരെ ലൈവാണ്, സജീവമാണ്. പക്ഷെ സജീവം എന്ന് പറഞ്ഞാൽ എനിക്ക് പഴയ പോലത്തെ പോലെ നടക്കാൻ കഴിയുന്നില്ല, ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പൊ കേദാമോദരന്റെ പുസ്തകങ്ങള് അദ്ദേഹം മാർക്സിസ്റ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇത് കേദാമോദരന്റെ പഠനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ 10 വോള്യങ്ങൾ വന്നിട്ടുണ്ട്. EMSന്റെ 100 വോള്യത്തിന്റെ എഡിറ്റോറിയൽ കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ചെയ്ത കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട്. പക്ഷെ ഇതില് അദ്ദേഹത്തിൻ്റെ 10 വോള്യങ്ങളും പഠിക്കുക, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ ഒരു കുറിപ്പോട് കൂടിയിട്ട് ഓരോ വോള്യത്തിൻ്റെയും പ്രാധാന്യം, പണം. ഒരുപക്ഷെ കേരളത്തിൽ ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ് എൻ്റെ കാലത്തിന് മുമ്പ് വന്നത് കേദാമോദരനായിരിക്കണം, EMS നമ്പൂതിരിപ്പാടായിരിക്കണം, പിന്നെ കേരളം മലയാളികളുടെ മാതൃഭൂമി. ആ പുസ്തകമാണ് വാസ്തവത്തിൽ കേരള സംസ്ഥാനത്തിൻ്റെ അടിത്തറ എന്ന് ഇപ്പോഴും വിചാരിക്കുന്നു. അപ്പോൾ EMSനെ പോലെയുള്ളവർ ചെയ്ത സംഭാവനകൾ, ഇപ്പോൾ കയ്യൂർ സമരത്തിനെ പറ്റി EMS പെസന്റ് റിവോൾട്ട് ചെറിയൊരു പുസ്തകം എഴുതിയിട്ട് അത് വലിയൊരു പുസ്തകമായിട്ട് മാറ്റി ഇംഗ്ലീഷിൽ എഴുതി അതിലെ ബ്രിട്ടനിലെ രേഖകൾ ഉപയോഗിച്ച് ഇതെല്ലാം ചെയ്തിട്ട് വരുമ്പോൾ ഞാൻ മാർക്സിസത്തിലേക്ക് കൂടുതൽ അടുത്ത് വരികയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട് മുഴുവൻ ഞാൻ മാർക്സിയൻ ടൂള് തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
ഈ മലബാർ കലാപത്തിന്റെ കാര്യത്തിൽ EMSന്റെ പുസ്തകം ഇതുണ്ട്, ആഹ്വാനവും താക്കീതുണ്ട്. ശരിയാണ്, താക്കീതുണ്ട്. കാർഷിക കലാപമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ചരിത്രപരമായിട്ട് അതിന് ആ തരത്തിൽ സാധൂകരിക്കുന്ന പഠനങ്ങൾ അതിന് താങ്കളുടെ അടുത്ത് നിന്നാണ് വന്നിട്ടുള്ളത്? അല്ല, അത് എനിക്ക് കിട്ടിയ ആശയങ്ങൾ EMS എന്ന് മാത്രമല്ല, ഇത് സൗമ്യനാഥ് ടാഗോർ, അദ്ദേഹം കോട്ടക്കൽ വന്ന് താമസിച്ച് 37 ഇതെല്ലാം സർവേ ചെയ്ത് കേരളീയനെ പോലുള്ളവരെ കേരളീയൻ എങ്ങനെ ഒരു കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവായത്? അദ്ദേഹം പറയുകയാണ്, ഞാൻ കർഷക പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിന് മുമ്പ് മലബാർ കലാപത്തിന്റെ മേഖലകളിലെല്ലാം ചുറ്റി സഞ്ചരിച്ചു. അപ്പം അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. ഈ യൂണിവേഴ്സിറ്റി നിൽക്കുന്നത് ഈ ഏരിയയിലാണ്. അപ്പോൾ ഞാനിതിൻ്റെ കഥകളും ഇതെല്ലാം അറിയുന്നു. പിന്നീട് ചരിത്രരേഖകളുമായിട്ട് റിപ്പോർട്ടുകളായിട്ട് പരിചയപ്പെടുന്നു. അപ്പോൾ ഇവരെ കാഴ്ചപ്പാട് സാധൂകരിക്കുകയല്ലാതെ എനിക്ക് വേറൊരു നിർവാഹമില്ല. ലെനിൻ ഇതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, കലാപത്തിനെ പറ്റിയിട്ട്. അത് മോസ്കോ ആർക്കൈവ്സിൽ ഉണ്ട്, ലെനിൻ്റെ കുറിപ്പ് എന്ന് പറഞ്ഞ്. ഞാൻ അത് പരിശോധിക്കാൻ വേണ്ടി മോസ്കോയിൽ പോയപ്പോൾ കുറച്ച് സമയം ചെലവാക്കി, പക്ഷെ അത് കണ്ടുകിട്ടിയില്ല. അതുമാത്രമല്ല, ഇന്ത്യയിലെ ദേശീയത വളർത്തിയതാരാണ്? കാർഷിക കലാപങ്ങളാണ്. 450-ലധികം കാർഷിക കലാപങ്ങൾ നടന്നു ഇന്ത്യയിൽ. പക്ഷേ ബ്രിട്ടീഷുകാരെന്താ, ചരിത്രകാരന്മാർ പറയുക, ഞങ്ങൾ ശാന്തി തന്നു, സമാധാനം തന്നു, വിദ്യാഭ്യാസം തന്നു, ഇതെല്ലാം തന്നു എന്നാ. ഇതൊന്നും അവർ പറയില്ല. പഴശ്ശി സമരങ്ങളിൽ അടിസ്ഥാന പ്രശ്നങ്ങൾ ജന്മി കുടിയാൻ ബന്ധങ്ങളും പിന്നെ ഈ ഉറുപ്പിയ നികുതി എക്സ്ചേഞ്ചും, നെല്ലിന് വില ഏറ്റവും കുറവ്. നിങ്ങൾ 10 റുപ്യ നികുതി കൊടുക്കണമെങ്കിൽ 10 പറ നെല്ല് വിൽക്കണം. അപ്പോൾ 10 പറ നെല്ല് വിറ്റാൽ ഇവർ ജീവിതം പോയി. ഈ പണവും കൊടുത്തു കഴിഞ്ഞാൽ പട്ടിണി കിടക്കുന്നു. അപ്പോൾ പട്ടിണി ഇതെല്ലാം ആയിട്ട് ബന്ധമുണ്ട് കാർഷിക കലാപങ്ങൾ. അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള സമരമാണ് ഇത്. പിന്നീട് എനിക്ക് ക്യൂബയിലും മറ്റും പോകാൻ അവസരം കിട്ടി. ക്യൂബയിലെ ഭൂപരിഷ്കരണങ്ങളെ പറ്റിയിട്ട് ഞാൻ പഠിച്ചു. ക്യൂബയിൽ ഫിഡൽ കാസ്ട്രോ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ റെവല്യൂഷന് ശേഷം കൃഷിക്കാർക്ക് മണ്ണിൽ അവകാശം കൊടുക്കുന്നത്. പിന്നീട് അത് രണ്ടാമത് അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. വേറെ വിധത്തിലല്ല, ഇതായിട്ടുള്ള പ്രക്രിയ. പക്ഷേ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം കിട്ടിയിട്ട് 48 പോലും ദണ്ഡേക്കർ കമ്മിറ്റി വന്നപ്പോഴെന്താ പറയുന്നത്? ജന്മി കുടിയാൻ വ്യവസ്ഥ നിലനിർത്തണം, ഭാരം ചുരുക്കണമെന്നേ പറയുന്നത് ദണ്ഡേക്കർ. മണ്ണിൽ സ്ഥിരാവകാശം കൊടുക്കണമെന്ന് ലോകം പറഞ്ഞതുപോലെ ആരും പറഞ്ഞു. അത് പിന്നീട് ഏറ്റെടുത്തത് ആരാണ്? മാർക്സിസ്റ്റ്. അപ്പോൾ മാർക്സിസ്റ്റിൻ്റെ വഴിയിലേക്ക് പോകുന്ന എൻ്റെ ചരിത്രം ഏറ്റവും അധികം കാർഷിക കലാപങ്ങൾ മുഴുവൻ പിന്നീട് അതിൻ്റെ ചരിത്രകാരനായിട്ടാണ് എന്നെ ഇന്ന് ആളുകൾ കാണുന്നത്. അതേസമയത്ത് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ സ്റ്റുഡൻസ് ചെയ്ത ഭൂപരിഷ്കരണം എന്നിങ്ങനെയുള്ള ഇന്ത്യയിൽ ഏറ്റവും ഒരു സ്ട്രോങ് സെൻ്ററായിട്ട് ഈ ചരിത്ര വകുപ്പിനെ വിലയിരുത്തി. അതുകൊണ്ട് തന്നെയാണ് ഇർഫാൻ ഹബീബ് മറ്റ് ചെയർമാനായിരിക്കുമ്പോൾ മോസ്കോവിലേക്ക് 7 അംഗ പ്രതിനിധികളിൽ MGS നാരായണൻ ഞാനും ഉണ്ടായിരുന്നു. മോസ്കോവിലേക്ക് ലണ്ടനിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 2 പേരെ അയക്കുക, 7 പേരുള്ള. അതിൽ ഉഷാ പട്നായക് ഉണ്ടായിരുന്നു, പിന്നെ R ശർമ്മ ഉണ്ടായിരുന്നു, നിങ്ങളറിയുന്ന പലരും, പിന്നെ ധനാകര ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ടോപ്പ് സ്കോളേഴ്സിൻ്റെ കൂടെ ഞാൻ വരികയാണ് 80%. അതെന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടമല്ലേ? എനിക്കറിയില്ല. ഈ പുതിയ തലമുറയിലെ ചരിത്ര വിദ്യാർത്ഥികളോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ചരിത്രം നിങ്ങൾ പഠിക്കണം. ചരിത്രം പഠിച്ചിട്ട് ഇറ്റ് ഈസ് ദ വൈസസ്റ്റ് ഓഫ് ഓൾ സയൻസ്. ഒരു ഡോക്ടറെടുക്ക് പോയാൽ ആദ്യം എന്താ ചോദിക്കുക? ഇവിടെ രോഗം എപ്പോഴാണ് വന്നത്, ചുമ എപ്പോഴാണ് തുടങ്ങിയത്, വേദന എപ്പോഴാണ് തുടങ്ങിയത്? ഈസ് ആൾസോ എൻക്വയറിംഗ് അബൌട്ട് ദ ഹിസ്റ്ററി. അപ്പോൾ സൊസൈറ്റി ഏതെല്ലാം കാലഘട്ടത്തിലൂടെ വന്നു. ഇപ്പോൾ വയനാട്ടിൽ ആദിവാസികൾക്ക് ഭൂമിയില്ലാത്തതിനെ പറ്റിയിട്ടൊരു ചരിത്രമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ബ്രിട്ടീഷുകാർ 99 ശേഷം 1799 ശേഷം വയനാട് കൈവശം. അപ്പം ജമ്മിമാരെല്ലാം പറഞ്ഞു ഈ ഭൂമിയെല്ലാം ഞങ്ങളതാണെന്ന് പറഞ്ഞു. അപ്പോൾ കമ്മ്യൂണിറ്റി പ്രോപ്പർട്ടി എവിടെയുണ്ട്? ഇവര് രജിസ്റ്റർ ജന്മികളെ കുറിച്ചുള്ള ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. പക്ഷേ എനിക്കറിയാം, എൻ്റെ പുസ്തകത്തിൽ ഞാൻ പ്രിയങ്ക ഗാന്ധിക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലാണ് ഇത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അല്ല, ഒരു കോൺസ്റ്റിറ്റ്യുവൻസിനെ പ്രതിനിധീകരിക്കുന്ന അതിൻ്റെ ചരിത്രം നിങ്ങൾ പഠിക്കണം. വയനാട്ടിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിമുകളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, കുടിയേറ്റക്കാരുണ്ട്, ജൈൻസ് ഉണ്ട്, ബുദ്ധിസ്റ്റുകളുണ്ട്. അപ്പോൾ ആ സമൂഹം, അവിടുത്തെ ഭൂബന്ധങ്ങളിൽ വന്ന മാറ്റങ്ങൾ,
കോളേജ് മുഴുവൻ പഴശ്ശി സമരത്തോട് കൂടിയിട്ട് ഭൂമി മുഴുവൻ ജിമ്മികളുടേത് എനിമി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ഇവർ പിടിച്ചെടുത്തു. അവർ 2 രൂപയ്ക്ക് തോട്ടം വെക്കാൻ തുടങ്ങി. അങ്ങനെ ആയിരക്കണക്കിന് പിയേഴ്സ് ലെസ്ലിയും ഇവരെല്ലാം കമ്പനികൾ ആയിരക്കണക്കിന് ഏക്കറ വാങ്ങിയിട്ട് ഹരിജനം ഇവരെ കൊണ്ട് ചെറുമക്കൾ ഇവരെല്ലാം കൊണ്ട് തൊഴിലാളികളാക്കി മാറ്റി. പെസൻറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അവിടെ നടന്നില്ല. അവർ പെസൻറ്റൈസേഷൻ പ്രോസസ്സിൽ വരുമ്പോഴാണ് തോട്ട ഉടമകൾ വരുന്നത്. അപ്പോൾ ഇന്നും അവർ ലേബർ അടിമത്തത്തിൽ നിൽക്കുന്ന ഭൂമിയില്ല. അടിസ്ഥാന പ്രശ്നം അതാണ്, മണ്ണിൻ്റെ പ്രശ്നം തന്നെയാണ്. ഇപ്പം ജാനുവിൻ്റെ സമരം വന്നു. ജാനു പിന്നെ വേറെ ക്ലാസ് മാറിയാലും ഞാനതിലേക്ക് പോകുന്നില്ല. അടിസ്ഥാന പ്രശ്നം അവിടെയുണ്ട്. അതെ, അവർക്കൊരു മണ്ണ് വേണ്ടേ കിടക്കാൻ. ഇപ്പൊ തകഴിന്റെ കുഴിച്ചിടാൻ സ്ഥലമില്ല. ഇപ്പൊ തകഴിന്റെ 2 കഴി നോവല് വായിച്ചൊരു ചരിത്രകാരനായിരുന്നു. പിന്നെ കയ്യൂരിന്റെ സമരത്തിൽ നിരഞ്ജൻ എഴുതിയ ചിരസ്മരണ വായിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ടിട്ട് രാത്രി എൻ്റെ കയ്യൂർ എഴുതുമ്പോൾ ആ മാനുസ്ക്രിപ്റ്റിൽ എൻ്റെ കണ്ണീർത്തുള്ളികളിൽ എന്തിനു വേണ്ടിയിട്ട് എന്നിലൊരു ഹ്യൂമനിസം ഉണ്ട്. അത് മാർക്സിസോ ലെനിനിസോ ഗാന്ധിസോ എന്നല്ല പ്രശ്നം. ഹ്യൂമനിസം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹ്യൂമനിസം കൊണ്ട് തന്നെയാണ് മാർക്സിന് വിപ്ലവമാണെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മാർക്സും ഗാന്ധിജിയും ഈ 2 വഴികളാണ് ഇന്ത്യയുടെ വഴികൾ. എനിക്ക് തോന്നുന്നു ചരിത്രകാരനായിരുന്നില്ലെങ്കിൽ കുറുപ്പ് സാർ ഒരു സാഹിത്യകാരനായി തീരുമായിരുന്നു. കാരണം നേരത്തെ വാഴക്കുലനെ പറ്റി പറഞ്ഞു, രണ്ടിതങ്ങളിനെ പറ്റി പറയുന്നു, ഇതെല്ലാം ഞാൻ ഓർക്കുന്നു ഇപ്പോഴും. എന്നെ ചരിത്രകാരനാക്കി മാറ്റുന്നത് ഇപ്പം എൻ്റെ കുട്ടികളോട് ഞാൻ പറയലുണ്ട്, ഈ സെമീന്ദാരി സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്തത് ബംഗാളിൽ. അത് നിങ്ങൾ രേഖകൾ നോക്കിയാൽ പഠിച്ചാൽ കിട്ടൂല. നിങ്ങൾ ആശാപൂർണ ദേവിയുടെ 4 വോളിയാ നോവൽ വായിക്കണം എന്ന് പറയും. അവർ വായിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ പാരീസിൽ പോയപ്പോൾ വിക്ടർ ഹ്യൂഗോവിൻ്റെ കൊട്ടാരത്തിൽ പോയപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ ഈശ്വര, ഇയാൾ എങ്ങനെ കൊസാത്തിനെ പറ്റിയിട്ട് സൃഷ്ടിക്കുന്നൊരു ഗ്രന്ഥകർത്താവായി മാറിയെന്നുള്ളത്. അവിടെയാണ് ആ ഹ്യൂമനിസത്തിൻ്റെ ട്രാൻസ്ഫർമേഷൻ. അപ്പോൾ ഹ്യൂമനിസം ഇല്ലാണ്ട് ഒരു ഭരണകൂടത്തിന് നിലനിൽക്കാൻ കഴിയില്ല. നിങ്ങൾ ഇസങ്ങൾ എന്ത് പേര് വിളിച്ചോളൂ, ബട്ട് ഹ്യൂമനിസം വെരി ഇമ്പോർട്ടൻറ്റ്. കണ്ണുനീര് കണ്ടാൽ അത് വെള്ളത്തുള്ളികളാണെന്നല്ല, അതിൻ്റെ പിന്നിലുള്ള മനസ്സിനെ കാണാൻ കഴിയും. ഇന്നത്തെ സ്ഥിതി, ലോകസ്ഥിതി എന്താ? ആയുധങ്ങൾ കൊടുക്കുക, ശാന്തി സമാധാനത്തിനെ പറ്റി പ്രസംഗിക്കുക. ഇറ്റ് ഈസ് എ ഡൈക്കോട്ടമി. ആ ഡൈക്കോട്ടമിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഗാന്ധിയൻ പ്രിൻസിപ്പിളിൽ ഇതിലൊന്നും ഡൈക്കോട്ടമി ഇല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ പാഠപുസ്തകം. ഇപ്പോൾ ഗാന്ധിസത്തിൻ്റെ സ്വാധീനം ഞാൻ പറഞ്ഞുതരാം. അത് ഭരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നിങ്ങളും ചരിത്രകാരൻ്റെ വീക്ഷണത്തിന് എങ്ങനെ ഇസങ്ങൾ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അത് ആവശ്യമാണ് ഇപ്പോൾ ആളുകൾ അറിയേണ്ടത്. ഞാൻ രാവിലെ പ്രസ് സൂപ്പർവൈസ് ചെയ്ത് വരിക. 50 പെൺകുട്ടികളും ആൺകുട്ടികളും പണിയെടുക്കുക, മെഷീനിൽ കടലാസ് മടക്കുക, തുന്നുക, പശ ഒട്ടിക്കല്ലേ. ഞാൻ അവരോട് എത്ര പണം കിട്ടുന്നു? 250 രൂപ കിട്ടുന്നു. അന്നത്തെ 250 രൂപയ്ക്ക് ഒരു കുടുംബം സുഖമായിട്ട് കഴിയും. അന്നത്തെ ഞാനിവിടെ ഓഫീസിലെത്തിയപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ഫയൽ വന്നിരിക്കുക. ആ ഫയലിൽ ഗാദറിങ് മെഷീൻ, ഇതെല്ലാം തുന്നിക്കെട്ടലും ഒട്ടിക്കലും ഇതെല്ലാം ചെയ്യാൻ ഗാന്ധി ഇത് പിന്നെ ഈ ഗാദറിങ് മെഷീന് കഴിയും. അത്ര 30 ലക്ഷം ഇതെല്ലാം എല്ലാവരും ഓക്കെ ചെയ്തിരിക്കുക. എഞ്ചിനീയേഴ്സും മറ്റേത് PVC വരെ ഫയലും ഓക്കെ ചെയ്തിരിക്കുക. സിൻഡിക്കേറ്റ് കണ്ട ഫയലാണ് എല്ലാവരും ഇപ്പോൾ ഓർമ്മയില്ല. ഞാനതിൻ്റെ പുറത്തെഴുതി. അല്ല, ഞാനിങ്ങനെ ഗാന്ധിജിയുടെ പടം നോക്കി, അദ്ദേഹം ഇങ്ങനെ ചിരിക്കുക. അപ്പം ഞാൻ തമാശ അങ്ങ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവല്ലേ, ഈ ഫയൽ അപ്പം ആ ചിരി മുഖത്തിൻ്റെ. ഞാൻ ഫയൽ എഴുതി, വി ആർ നോട്ട് ഗോയിങ് ഫോർ പർച്ചേസിങ് ദിസ് മെഷീൻ. അപ്പോൾ ഈ പണം എന്ത് ചെയ്യും? 30 ലക്ഷം. ഇൻവെസ്റ്റ് ഇൻ ദ 3rd floor ഓഫ് ദ പ്രിന്റിംഗ് പ്രസ്. ഇന്ന് നിങ്ങൾ പോയാൽ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കേണ്ടതാണ്. വാസ്തവത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഡിസിഷൻ അത്. അതുപോലെ അതെ, ദീർഘവീക്ഷണം. അപ്പോൾ ആ 50 കുട്ടികൾ എപ്പോഴാണ് പിന്നെ പിരിഞ്ഞു പോയെന്ന് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ ടൈമിലും അവരെ ഒഴിവാക്കിയില്ല. അവരെ കണ്ണുനീർ തുള്ളികൾ ആ പ്രസ്സിൽ വീടില്ല. അവർ സന്തോഷിച്ചു. മെഷീൻ വാങ്ങിയില്ല. പിന്നെ ഞാൻ പ്രസ്സിൽ പോയപ്പോൾ ചോദിച്ചു, ഗാദറിങ് മെഷീൻ വന്നോന്നില്ല. ഇത് ആളുകൾ അറിയത്തില്ല.
അപ്പൊ അവിടെ എന്നെ ഇതാക്കിയത് ഗാന്ധിസം പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ ജയപ്രകാശ് നാരായണന്റെ ബേസ് സോഷ്യലിസം വായിച്ചിട്ട് സോഷ്യലിസത്തിലേക്ക് വന്നൊരു വ്യക്തിയാണ്. ബേസ് സോഷ്യലിസം 33 36 അമേരിക്കയിൽ വന്നത്. ഗാന്ധിയൻ ചർക്കയെ അറബിക്കടലിൽ എറിയുക. പക്ഷെ ആ ചർക്ക 80 വയസ്സായൊരു മുസ്ലിം സ്ത്രീ ചർക്ക നൂറ്റിട്ട് തൂലെടുത്തിട്ട് ഞാൻ ഉമ്മയോട് ചോദിക്കും, എത്ര പൈസ ഉമ്മ കിട്ടുന്നു? മോനെ, എനിക്കൊരു 5 റുപ്യ 10 റുപ്യ ഒരു ദിവസം കിട്ടുന്നു. ഒരു ഓൾഡ് ഏജ് 80 വയസ്സായ സ്ത്രീ പറയാം. അപ്പോൾ ഈശ്വര, ചർക്കയെ അറബിക്കടലിൽ എറിയണമെന്ന് ഞാൻ വിശ്വസിച്ചത് തെറ്റല്ലേ? എനിക്കൊരു കുറ്റബോധം തോന്നുക. അത് ശരിയോ തെറ്റോ എനിക്കറിയില്ല. ആളുകൾ ജനിക്കുന്ന 140 കോടി ആളുകൾക്ക് എന്തെങ്കിലും പണി വേണം, വയറ് കഴിയണം, വേണ്ടേ? എല്ലാവരും അടിസ്ഥാന പ്രശ്നം. ഇപ്പം ജനാവനായ ഒരവസരം ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെ ജനാവനായ. അപ്പം അദ്ദേഹം പറയാ, ഈ വയറിൻ്റെ സമുദ്രത്തിലിടോ എത്രയോ ആളുകൾ മുങ്ങി മരിച്ചു പോയി, കലാകാരന്മാർ, ചിത്രകാരന്മാർ, നോവലിസ്റ്റുകൾ. അതുകൊണ്ട് താൻ വയറിൻ്റെ സമുദ്രത്തിൽ മുങ്ങി മരിക്കരുത് എനിക്കൊരു ഉപദേശം തന്നിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിയുടെ ചർക്കക്ക് ഇന്നും തൊഴിലുണ്ടാക്കണം. ഓരോ വീട്ടിലും എന്തെങ്കിലും തൊഴിൽ. എല്ലാവർക്കും വൈശാലത്തിലുള്ള സ്റ്റേറ്റ് ബംഗ്ലാവ് കാറൊന്നും വേണമെന്നല്ല, ജീവിക്കണം, അവന് പഠിക്കണം. അതുകൊണ്ട് തന്നെയാണ് മലബാർ മൂവ്മെൻറ്റ് എഡ്യൂക്കേഷനിൽ വേണമെന്ന് പറഞ്ഞാൽ ഇന്നും ഭരണ സംവിധാനത്തിൽ ഇവിടെ എണ്ണം ചുരുക്കാണ്. പിന്നെ നിയർ ബൈ സ്കൂളില്ല. ഇതെല്ലാമായിട്ട് എണ്ണം കൂട്ടിയത് കൊണ്ട് കാര്യമില്ല. 50 കുട്ടികളുടെ എണ്ണം 80 വർദ്ധിപ്പിക്കുന്നതിൻ്റെ കാര്യം ആ ഫെസിലിറ്റീസ് എല്ലാവരും കൂടിയിട്ട് ഉപയോഗിക്കില്ല. അപ്പോൾ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അതെല്ലാം അഡ്മിനിസ്ട്രേറ്റർ, സാഹിത്യകാരൻ ഒരിക്കലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വേറൊരു പ്രശ്നം കൂടി ഞാൻ പറയാം. ഞാനിങ്ങനെ സ്വാതന്ത്ര്യ സമരമെല്ലാം പഠിപ്പിക്കുമ്പോൾ ഗാന്ധിജി ഒറ്റക്കാണോ സ്വാതന്ത്ര്യ സമരം നടത്തി? ഒറ്റക്കാണോ സ്വാതന്ത്ര്യ സമരം നടത്തിയത്? ഒന്നുമല്ല, അദ്ദേഹം ആശയങ്ങൾ പറയുന്നു, ജനകോടികൾ അതിൻ്റെ പിന്നാലെ പോകുന്നു. ആരാണ് ഇതെല്ലാം പ്രചരിപ്പിച്ചത്? പ്രേംചന്ദിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രവീൺ വരെ പഠിച്ച് പാസ്സായ ഒരു വ്യക്തിയാണ്. അന്ന് ഹിന്ദി അധ്യാപകനായിട്ട് BEd ശമ്പളവും വാങ്ങിച്ചിരിക്കുക. ആ പ്രവീൺ പാസ്സാകുമ്പോൾ ഞാൻ പഠിക്കും അദ്ദേഹത്തിൻ്റെ നിർമ്മല, സേവാസദൻ, ഇതെല്ലാം വായിച്ചപ്പോൾ എന്നിൽ എന്തോന്നറിയില്ല, ഒരു സാമൂഹ്യ വീക്ഷണം തന്നെ മാറുക. അപ്പോൾ അങ്ങനത്തെ സാഹിത്യം വേണ്ടത്. അത്യന്താധുനിക സാഹിത്യം വന്നിട്ട് ഞാനിപ്പോൾ ഈ ചില അറബി കവിതകൾ വായിക്കും. എൻ്റെ കപ്പൽ വന്നു, കരക്കെടുത്തു, എങ്ങോട്ട് പോയി? ഈ കവിത കൊണ്ട് എന്താ ഗുണം? ചങ്ങാപ്പുഴയുടെ വാഴക്കവിതകളൊക്കെ വായിച്ചു നോക്കൂ. ആ കുട്ടികളെ ചിത്രം പറയാറില്ല, ഇതായിട്ടില്ല. അപ്പോൾ അതുപോലെ സാഹിത്യം ഗാന്ധിയൻ ദേശീയത മുഴുവൻ വളർത്തിയെടുത്തത് സാഹിത്യകാരൻ മുൽക്രാജാനുണ്ട്. അയാളെ 2 leaves and a bud, 2 ലീഫ് ഒരു പൊട്ടും. എന്തൊരു നോവലാണ്! വയനാട്ടിൽ പോകുമ്പോൾ ആ ടൈപ്പിൻ്റെ കഥകളാണ്. അതുപോലെ തന്നെ ലെജൻഡ് ഓൺ ദ ഡെത്ത് ഓഫ് എ മാസ്റ്റർ ഓഫ് ആർട്സ്, ഒരു MA കാരൻ്റെ ഭരണവിലാപം, കിഷൻചന്ദ്ര ഭൂമിക്ക് വേണ്ടി, ഇത്രയും മനോഹരമായ പുസ്തകങ്ങളെല്ലാം വെച്ചിട്ട് ആ സാഹിത്യം വായിക്കാതെ കമ്പ്യൂട്ടറിൽ ഞെക്കി കളിച്ചിട്ട് എങ്ങനെ നിങ്ങൾ വികസിക്കും? അത് വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്, അത് വേണം, ഇതും വേണം. എന്നാലേ മാനസിക പരിവർത്തനം വരും. ഓക്കെ സാർ, എന്തായാലും ഇന്ന് ഇപ്പം ഈ 2 ഭാഗങ്ങളും താങ്കൾ വളരെ നന്നായിട്ട് തന്നെ സംസാരിച്ചു കഴിഞ്ഞു. ഈ സംഭാഷണം നമ്മളിവിടെ നിർത്തുന്നില്ല, അത് തുടരേണ്ടതുണ്ട്. താങ്കളുടെ അടുത്ത് നിന്ന് ഇനിയും മറ്റു പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട്. എന്റെ ഓർമ്മകള് ദീർഘമായി സംസാരിക്കേണ്ടതുണ്ട് എന്ന കാര്യം തൽക്കാലം അത് വന്നിട്ടുണ്ട്. താങ്ക് യു. വീണ്ടും നമ്മൾ കാണും.